നിമിഷപ്രിയയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിച്ചിരിക്കുന്ന ദിവസം. അത് നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും യമൻ ജയിലിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനിടയ്ക്കാണ് കാന്തപുരം അവിടുത്തെ മതപണ്ഡിതന്മാരുമായും ഈ മരണപ്പെട്ട തലാലിന്റെ അദ്ദേഹം ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് യമനിലെ. ആ ഗോത്ര വിഭാഗത്തിലെ ആളുകളുമായും ഒക്കെ സംസാരിക്കുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ? കാരണം ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധമില്ല. ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇന്ത്യ ചെയ്തു. ദയാധനം അവർ സ്വീകരിച്ചുവെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോംവഴി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ദയാധനം അവർ സ്വീകരിക്കാത്തിടത്തോളം ഇന്ത്യക്ക് ഇനി അതിൽ ചെയ്യാനൊന്നുമില്ല എന്ന് ഇന്ത്യ നിലപാട് ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കി. അതിനുശേഷമാണ് കാന്തപുരം സംസാരിക്കുന്നതും ചർച്ചകൾ ഇപ്പോൾ വധശിക്ഷ തന്നെ നീട്ടിവെക്കുമെന്നുള്ള ചില വിവരങ്ങളൊക്കെ വരുന്നത്. അത് ഔദ്യോഗികമായ അല്ല, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ യമനിൽ പോലൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ദയാധനം സ്വീകരിക്കാത്തിടത്ത് ഇത്തരം ചർച്ചകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇന്ത്യ നയതന്ത്രപരമായി അതിനകത്ത് പരാജയപ്പെട്ടത് യമൻ ഒരു കാരണവശാലും ഈ വിഷയത്തെ ഒരു നയതന്ത്ര പ്രശ്നമായിട്ട് കണക്കാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കി കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാരിന് കത്തെഴുതി, എന്നുവെച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന നിലക്ക് അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അത് ആ രീതിയിൽ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തിട്ട് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഈ കാര്യത്തിൽ വ്യക്തിപരമായ താല്പര്യത്തോട് ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയം മുഴുവൻ നമ്മൾ പുറത്തറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വരികയും സുപ്രീം കോടതി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് സുപ്രീം കോടതിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്: ഇതിൽ സർക്കാരിന് ഇടപെടാനായിട്ട് ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം സർക്കാർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി എന്താണ് നമ്മളോട് പറഞ്ഞത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വാചകം കേട്ടത്, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം, നിമിഷപ്രിയയ്ക്ക് നല്ലത് വരട്ടെ എന്നുവെച്ചാൽ കോടതിയുടെ നിസ്സഹായാവസ്ഥ, സർക്കാരിൻ്റെ നിസ്സഹായാവസ്ഥ ഒക്കെ അതിൽ വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നു. അങ്ങനെ പ്രതിഫലിച്ച് ഒരു കാരണവശാലും നിമിഷപ്രിയ രക്ഷപ്പെടില്ല എന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മറ്റ് ഒരു കോണിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു നാളം പോലെ ഒരു വാർത്ത വരുന്നത്. എന്താണത്? കാന്തപുരം അതിലിടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാന്തപുരം ഇടപെടുമ്പോൾ അതിൻ്റെ സ്പേസ് വേറാണ്. അത് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലല്ല. അത് പൗരോഹിത്യത്തിന് ഇടപെടാൻ പറ്റുന്ന സ്പേസിലേക്ക് അദ്ദേഹം കടക്കുകയും അങ്ങനെ അവിടെയുള്ള മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്തുകയും ആ മതപണ്ഡിതന്മാർ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അത് എത്രത്തോളം പോസിറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ അടഞ്ഞ അധ്യായം എന്നുവെച്ചാൽ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒരു കിളിവാതിലാണ് ആ ചർച്ച എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകതയും. അതുതന്നെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഈ വിഷയത്തിൽ അല്പം ആശ്വസിപ്പിച്ചത്. നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വസിക്കാനായിട്ടുള്ള വാർത്തകൾ ഇതുവരെയും എത്തിയിട്ടില്ല. എങ്കിലും ചർച്ച നടന്നു എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അത് ഇത്തരം മുഹൂർത്തങ്ങളിൽ, കാരണം മുഴുവൻ ജനങ്ങളും ഇങ്ങനെ നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയാനായിട്ട് ഉത്കണ്ഠയോട് കാത്തിരിക്കുന്ന സമയത്താണ് ചർച്ചകൾ നടക്കുന്നു. ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം. ഞാനിപ്പോൾ കരുതുന്നത് ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതല്ല. ഈ വധശിക്ഷ എന്ന് പറയുന്നത് 16-ാം തീയതി നടത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ യമൻ സർക്കാർ പിന്നോട്ട് പോവുകയും കുറച്ച് ദിവസത്തേക്ക് അവർ നീട്ടിവെക്കുകയും ചെയ്തേക്കാം എന്നാണ് കരുതുന്നത്. അതുപോലെ നമ്മളുടെ ഒരു വളരെ വന്യമായ പ്രത്യാശയോ പ്രതീക്ഷയോ ഒക്കെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കാരണം അതിനെന്താ വെച്ചാൽ അവിടുത്തെ ഗോത്രം, ഈ തലാലിൻ്റെ ഗോത്രം എന്ന് പറയുന്നത് കടുത്ത എന്താണ് മതബോധത്തിൽ ജഡിലമായ ഒരു ഗോത്രമാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് മകനെ കൊന്ന കൊലയാളി, അങ്ങനെ തന്നെയാണ് അവർ നിമിഷപ്രിയയെ വിശേഷിപ്പിക്കുന്നത്. അതൊരു വ്യക്തിയായിട്ട് പോലും അവർ കണക്കാക്കുന്നില്ല. ഈ കൊലയാളിക്ക് എന്താണ് ദയാധനം സ്വീകരിച്ച് ജീവൻ നൽകിയാൽ അത് ഗോത്രത്തിന് അവമാനമാണ്, വീടിന് അവമാനമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ഗോത്രമാണ്. അതാണ് പ്രശ്നം. ആ വിശ്വാസങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ
വളരെ പ്രശ്നമുള്ള സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് നമുക്ക് യുക്തി കൊണ്ട് മാറ്റാൻ പറ്റില്ല. യുക്തിക്ക് പ്രസക്തിയില്ല അവിടെ. നമ്മൾ യുക്തിപൂർവ്വം റീസണബിളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ചോദിക്കാം. കാരണം പല മുസ്ലിം രാഷ്ട്രങ്ങളും നിലനിൽക്കുന്ന ഒരു രീതി അനുസരിച്ചിട്ടാണ് ഈ ദയാധനം സ്വീകരിച്ച് കുടുംബം അവരെ എന്ത് ചെയ്യുന്നത്, ജീവിക്കാനായിട്ട് വിടുന്നത്. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ, ജീവിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. അത് പല സ്ഥലത്തും നിലനിൽക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ ഇവിടെ അതുപോലും വളരെ വലിയ പ്രശ്നമായി നിൽക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പാറ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സ്മൂത്തൻ ചെയ്യാനായിട്ട് കഴിയുക, അതിന് കാന്തപുരം അബൂബക്കർ ഹാജി കഴിയോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ ഒരു പുതിയ വാതിൽ തുറന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ എന്ത് സാധ്യതയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മാത്രമല്ല, ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇതിന് തീരുമാനമായില്ലെങ്കിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് പോലെ അത് കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് വീണ്ടും ചർച്ച ചെയ്യാം. അങ്ങനെ വന്നാലും നമുക്ക് കുറച്ച് പ്രതീക്ഷയും പ്രത്യാശയും പുലർത്താം. പക്ഷേ ഈ ചർച്ചകളൊക്കെ ഇന്ന് തന്നെ അവസാനിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നിരാശജനകമായിട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കേണ്ടി വരും. പക്ഷേ കുറേ ആളുകൾ നമ്മൾ ഇങ്ങനത്തെ ഈ വാർത്ത ചെയ്യുമ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. കമൻറ്റുകൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ചില കമൻറ്റുകൾ, ചില മലയാളികൾ പറയുന്ന കമൻറ്റുകൾ ഒരാളെ കൊന്ന ആൾക്ക് വേണ്ടി, അതിപ്പോൾ യമൻ പൗരനോ മറ്റേത് രാജ്യത്തെ പൗരനോ ആവട്ടെ, കൊല തന്നെയാണ്, കൊലപാതകം തന്നെയാണ്, അതിൽ മറ്റൊരു മാറ്റവുമില്ല. അത്തരത്തിൽ കൊന്നു എന്ന് പറയപ്പെടുന്ന ഒരാളെ രക്ഷപ്പെടുത്താനായി എന്തിനാണ് ഇത്രത്തോളം ആളുകൾ ഇറങ്ങുന്നത്? ഒരുപാട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളിലെ തന്നെ ഒരുപാട് ജയിലുകളിൽ മലയാളികൾ ഒരുപാട് പേർ ചെയ്യാത്ത കുറ്റത്തിനും ചെയ്ത കുറ്റത്തിനുമായൊക്കെ കിടക്കുന്നവരുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത എന്ത് ദയയാണ് കൊലയാളികളായ ഇവർക്കൊക്കെ കിട്ടേണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ വിഷയത്തെ കാണണമോ? അല്ല, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അതൊക്കെ ഓരോ മനുഷ്യരുടെയും അവരുടെ മനോനിലക്കനുസരിച്ചുള്ള ചിന്തകളും പ്രവർത്തികളും. പൊതുസമൂഹം അതിനകത്ത് ഇടപെടുന്ന സമയത്ത് വ്യക്തികളുടെ ഈ മനോനിലകൾ മാറുകയും ആ മനോനിലകളെല്ലാം എന്നുവെച്ചാൽ അതിൻ്റെ സൈക്ക് എന്ന് പറയുന്ന സാധനം, മൈൻഡ് എന്ന് പറയുന്നത് ഒരു പൊതു സമൂഹത്തിൻ്റെ മൈൻഡായി മാറുകയാണ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമാണ്. അവിടെ നിങ്ങൾ എങ്ങനെ കൊലയാളിയെ, നിങ്ങൾ എന്തിനു കൊല ചെയ്തു എന്ന് പറയുന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം അവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ആ സ്ത്രീ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരവുണ്ട്. അയാളെ കൊല്ലേണ്ടതാണെങ്കിൽ കൊല്ലണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൊന്നതിൻ്റെ പേരിൽ അവരെ കൊലയ്ക്ക് വിധിക്കണം എന്നുള്ള ചോദ്യമുണ്ടല്ലോ പരിഷ്കൃത സമൂഹത്തിന് മുന്നിൽ. നിങ്ങളൊരു സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പീഡനത്തിൻ്റെ പരകോടിയിൽ അസഹനീയമായൊരവസ്ഥയിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ പീഡകനെ നശിപ്പിക്കുക, കൊല്ലുക എന്നുള്ളതാണ്. അതാണ് നിമിഷപ്രിയ യഥാർത്ഥത്തിൽ ചെയ്ത്. അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് വേണ്ടി കൂടി ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് അവരെ സമ്പൂർണ്ണമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത്, അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുണ്ടാകാം. കാരണം എന്ന് വെച്ചാൽ ഈ പഴയ നമ്മളെ ഈ ഡാക്രോണിയൻ സിദ്ധാന്തം അനുസരിച്ചിട്ട് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം മാറ്റണം എന്നാണ് പറയുന്നത്. അത് പുതിയ കാലം മാറ്റുന്നുണ്ട്. പുതിയ കാലത്ത് അത് വേണ്ട എന്നുള്ള ചിന്തയാണ്. വധശിക്ഷ തന്നെ വേണ്ട എന്ന് വാദിക്കുന്നവരുടെ ഒരു ലോകം നമ്മളുടെ മുന്നിലുണ്ട്. വധശിക്ഷ വേണം എന്ന് പറയുന്നവരുടെയും ലോകമുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ലോകം മുന്നോട്ട് പോകുന്നത്. ഈ മിശ്രിത ചിന്തകൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്കും അവസാനമായിട്ടൊരു ഉത്തരം പറയാനില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി മയപ്പെട്ട മനസ്സുമായിട്ട് ഈ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തി ജീവൻ നൽകുന്ന ഒരു സ്ഥിതി നല്ലതാണ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, അയാളെ ഇല്ലായ്മ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കൊടുക്കാവുന്നതായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകളോടും നമ്മൾ
ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. അല്ലാണ്ട് പീഡകരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ. വേട്ടക്കാർക്കൊപ്പം നിൽക്കലല്ല യഥാർത്ഥത്തിൽ ഒരു പൊതു മനസ്സിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അത് ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതെ. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഈ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ നമ്മളുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇതിൽ ഇടപെട്ടത് എന്നാണ് കരുതേണ്ടത്. അതെ. അപ്പം അവരെ നമ്മളങ്ങനെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമില്ല. പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവർ ഇടപെട്ടു. അവർ പരാജയപ്പെട്ടെടുത്താണ് നമ്മൾ കാന്തപുരത്തെ കാണുന്നത്. കാന്തപുരത്തിന് അതിന് കഴിഞ്ഞാൽ നല്ലത് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കോടതി പോലും പറഞ്ഞത് അങ്ങനെയാണ്, അതെ. അതെ. നല്ലത് വരട്ടെ എന്നുള്ളതാണ്. നല്ലതിന് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിട്ട് രൂപപ്പെട്ടതെന്നേ നമ്മൾ കരുതേണ്ടതുണ്ട്.